ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെത്തിച്ചു. പോപ്പിന്റെ വസതിയായ സെയിന്റ് മാർത്താസ് ഹൗസിൽ നിന്ന് വിലാപയാത്രയായിട്ടാണ് ഭൗതികദേഹം എത്തിച്ചത്. ശനിയാഴ്ചയാണ് സംസ്കാരം. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, പറയൂ. ഇപ്പോൾ അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 1:30 അന്തരിച്ച മാർപ്പാപ്പയുടെ ഭൗതികദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചത്. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ ഏതാണ്ട് 12:30 പോപ്പിന്റെ സ്വവസതിയായ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയായ മാർത്ത ഹൗസിൽ നിന്നും സെയിന്റ് മാർത്ത ഹൗസിൽ നിന്നും അദ്ദേഹത്തിന്റെ മൃതദേഹം സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് എത്തിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ കർദിനാൾമാർക്കും അതുപോലെ തന്നെ മറ്റു ഉന്നത പൗരോഹിത്യ പദവി വഹിക്കുന്നവർക്കും സാധാരണക്കാർക്കും എല്ലാം ഒരുപോലെ കാണാൻ അല്ലെങ്കിൽ പൊതുദർശനത്തിനും അന്തിമോപചാരം അർപ്പിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കണമെന്നൊരു നിർദ്ദേശം അദ്ദേഹത്തിന്റെ വിൽപത്രത്തിന് സമാനമായ രേഖയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ പൊതുദർശനം എല്ലാം നടക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ശനിയാഴ്ച അദ്ദേഹത്തിന്റെ മൃതദേഹ സംസ്കാര കർമ്മങ്ങൾ നടക്കും. അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്ന് ആരംഭിച്ച് മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകളും അദ്ദേഹത്തിന്റെ ക്രിമേഷൻ ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുക എന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത്, കർദിനാൾമാരുടെ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നത്. ലോകം മുഴുവനുമുള്ള അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കർദിനാൾമാരുടെ എല്ലാം സാന്നിധ്യം ഇപ്പോൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വത്തിക്കാനിലെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അധികം വൈകാതെ തന്നെ ഇന്നോ നാളെയോ ആയി എല്ലാ കർദിനാൾമാരും എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭാരതത്തിൽ നിന്നുള്ള കർദിനാൾ ക്ലീമിസ് ബാവ എല്ലാം അവിടെ എത്തിക്കഴിഞ്ഞുവെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാധാരണക്കാർക്കും അതുപോലെ തന്നെ സമൂഹത്തിലെ വിവിധ തലങ്ങളിലുള്ളവർക്കും ഒരുപോലെ തന്റെ മൃതദേഹത്തിൽ അന്തിമോപചാരം അർപ്പിക്കാൻ അവസരമൊരുക്കണമെന്ന നിലപാട് കൃത്യമായി അനുവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. മാർപ്പാപ്പയുടെ ആവശ്യം അനുവർത്തിക്കുന്നുണ്ട്, നടപ്പാകുന്നുണ്ട്. സ്വാഭാവികമായും നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേക പീഠത്തിലല്ലാതെ നേരെ നിലത്ത് തന്നെ, തറയിൽ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിക്കുന്ന പെട്ടി വെക്കണമെന്ന നിർദ്ദേശമെല്ലാം തന്നെ പാലിക്കപ്പെടുന്നുണ്ട്. ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.